സ്വപ്നക്കൂട്. രചന അവതരണം മിത്രവിന്ദ. എന്തോ എൻ്റെ കുട്ടി വലുതും പറഞ്ഞായിരുന്നോ? വൈശാഖിനാണെങ്കിൽ ലക്ഷ്മിയെ അടിമുടി നോക്കി. ഒന്നും പറഞ്ഞില്ല അങ്ങോട്ട്. അവൾ ബുക്സൊക്കെ എടുത്ത് വായിച്ചു നോക്കുകയാണ്. വൈശാഖൻ അവളെ തന്നെ നോക്കിയിരിക്കുവാണ്. എന്തായാലും ലക്ഷ്മിക്ക് തൻ്റെ വീട്ടിൽ പോകാത്തതിൻ്റെ നല്ല വിഷമമുണ്ട്. തൻ്റെ വാക്ക് ധിക്കരിക്കാതിരിക്കാനാണ് അവൾ പോകാഞ്ഞതെന്നും അവന് തോന്നി. അവളെ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് അവൻ തീരുമാനിച്ചു. തനിക്ക് ഒരു നിമിഷം പോലും തൻ്റെ ലക്ഷ്മിയെ കാണാണ്ടിരിക്കാൻ കഴിയില്ല. എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവളെ താൻ അധിക്ഷേപിക്കുമ്പോൾ തൻ്റെ മനസ്സ് ഒരുപാട് നീറുന്നുണ്ട്. എന്നാലും അവളെ പിരിഞ്ഞൊരു നിമിഷം പോലും വയ്യ. അതുകൊണ്ട് മാത്രമല്ലേ താൻ അവളെ അവളുടെ അച്ഛനോടും അമ്മയോടും ഒപ്പം അയക്കാതിരുന്നത്. വീട്ടിലെ ഇളയ കുട്ടികൾക്കെല്ലാം ഇത്തിരി കുറുമ്പ് കൂടുതലാണ്. അത്രയും ഇവൾക്കും. എല്ലാം താൻ മാറ്റിയെടുക്കും. വന്ന് കിടക്കടി. അവളുടെ ഒരു ഇരിപ്പ് കണ്ടില്ലേ? വൈശാഖൻ പുതുപ്പെടുത്ത് തൻ്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു. കുറച്ച് സമയം കൂടി അവൻ നോക്കിയിട്ടും അവൾ എഴുന്നേറ്റ് വരുന്നില്ല. അവൾ പഠിക്കുകയാണെന്ന് മനസ്സിലായതും അവൻ പിന്നെ അവളെ വിളിച്ചുമില്ല. കുറേ സമയം ഇരുന്ന് വായിച്ചു പഠിച്ചിട്ട് അവൾ വന്ന് വൈശാഖിൻ്റെ അടുത്ത് കിടന്നു. അവൻ അപ്പോഴേക്കും ഉറങ്ങിയിരുന്നു. മൊബൈൽ ഫോണിൽ നോക്കിക്കിടുന്നതുകൊണ്ട് അതവൻ്റെ നെഞ്ചത്തിരിപ്പുണ്ട്. ലക്ഷ്മി മെല്ലെ അതെടുത്ത് മേശമേൽ വെച്ചു. പതിയെ അവളും കണ്ണുകൾ അടച്ചു. കാലത്ത് 5 മണിയായപ്പോൾ ലക്ഷ്മി ഉണർന്നു. അവൾ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നപ്പോൾ സുമിത്ര ചായ വയ്ക്കുകയാണ്. ആ മോളെ, ഇന്നു മുതൽ കോളേജിൽ പോകണമല്ലേ? ഊവമ്മേ, ഇന്നു മുതൽ പോയി തുടങ്ങാം. ഈ ആഴ്ച കൂടിയല്ലേ ക്ലാസ്സുള്ളൂ. ഇനി ഓണമല്ലേ വരുന്നത്? അതെ, വ്യാഴാഴ്ച അത്തമാണ്. സുമിത്ര ഒരു കപ്പ് ചായ എടുത്ത് അവൾക്ക് നീട്ടി. മോളെ, ഇതാ നെയ്യപ്പം കൂട്ടി കഴിക്ക്. ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ കുറേ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് കാലത്തേതൊന്നും വേണ്ടമ്മേ. അവൾ സുമിത്ര എടുത്തു വെച്ചിരുന്ന അരി കഴുകി അടുപ്പത്തെ തിളച്ച വെള്ളത്തിലേക്കിട്ടു. സുമിത്ര അപ്പോഴേക്കും തൊഴുത്തിലേക്ക് ഇറങ്ങിപ്പോയി. വൈശാഖനുള്ള കാപ്പിയുമായിട്ട് ലക്ഷ്മി മുറിയിലേക്ക് പോയി. അവനും ഇപ്പോൾ ഉണർന്നു കിടക്കുകയാണ്. ആ, ഞാൻ വിചാരിച്ചു നീ ഇനി എന്നെ ഇട്ടിട്ട് വീട്ടിലേക്ക് പോയോന്ന്. അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. പോയിരുന്നു. ഇപ്പം കാലത്തെ വന്നതാണ്. അയ്യോ, കാലത്തെ തമാശയാണോ? ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേക്കട്ടെ. ഇയാൾ ചിരിക്കുകയോ കരയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അവൾ അലമാരയിൽ നിന്നൊരു ചുരിദാർ എടുത്ത് പുറത്തേക്ക് വെച്ചു. ഒരു ഇളം റോസ് നിറമുള്ള ചുരിദാറായിരുന്നു അവൾ എടുത്തത്. ആ, ഇന്ന് കോളേജിൽ പോകണ്ടേ? ഏട്ടനെ കെട്ടിപ്പിടിച്ചിരുന്ന് ബൈക്കിലാണോ പോകുന്നത്? അയ്യടാ, നല്ല കഥയായി. ആഗ്രഹമൊക്കെ കൊള്ളാം. എന്നാലേ ഞാൻ ബസ്സിൽ പോയിക്കോളാം. ഔദാര്യം എനിക്ക് ആവശ്യമില്ല. ഓക്കെ മാഡം, ഞാൻ വെറുതെ നിർബന്ധിക്കുന്നില്ല. മോളെ ലക്ഷ്മി, നീ എൻ്റെ ബൈക്കിൽ കയറാൻ കൊതിക്കുന്നൊരു ദിവസം വരും. ഇന്നീ ഒറ്റ ദിവസം നീ ബസ്സിലൊന്ന് പോയി നോക്ക്, അവൻ മനസ്സിൽ പറഞ്ഞു. മോളെ ലക്ഷ്മി, സുമിത്ര മുറിക്കകത്തേക്ക് വന്നു. മോളെ, വലിയ മാല ഇട്ടുകൊണ്ട് കോളേജിൽ പോണോ? വേറെ ഏതെങ്കിലും ഒരു മാലയിലേക്ക് താലിയിട്ടാലോ? ഞാനും അത് ഓർത്തമ്മേ. വേറെ ഒരു ചെറിയ മാലയിലേക്ക് താലിയിടാം. അവൾ ആഭരണപ്പെട്ടി എടുത്ത് കട്ടിലിൽ വെച്ചു. അതിൽ നിന്നൊരു നേർത്ത മാലയാണ് അവൾ തിരഞ്ഞെടുത്തത്. വൈശാഖൻ ഇറങ്ങി വന്നപ്പോൾ ലക്ഷ്മി മാലയൊക്കെ മാറി ഇടുവാണ്. അമ്മയും അടുത്തുണ്ട്. വൈറ്റ് ഗോൾഡിൻ്റെ 2 കമ്പിവളകളും എടുത്ത് ലക്ഷ്മി കയ്യിലണിഞ്ഞു. എനിക്കിന്ന് ഇത്തിരി നേരത്തെ പോകണം. 2 ദിവസം അടുപ്പിച്ച് അവധിയല്ലായിരുന്നോ? വൈശാഖൻ ഒരു ഷർട്ടും എടുത്തിട്ടുകൊണ്ട് കണ്ണാടിക്ക് മുൻപിൽ വന്നു. അപ്പോൾ ലക്ഷ്മി മോൾ എങ്ങനെ പോകും? ആദ്യമായിട്ട് കുട്ടി തനിച്ച് ഇവിടുന്ന് പോകണ്ട മോനെ. ഞാൻ വീണയുടെ കൂടെ പൊയ്ക്കോളാമേ. ഏട്ടൻ നേരത്തെ പോയിക്കോട്ടെ. ഞാൻ ഓഫീസിലെ രാജേട്ടനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. നേരത്തെ പോകണ്ടെങ്കിൽ ഞാൻ ലക്ഷ്മിയെ കോളേജിൽ ഇറക്കാം. അതാണ് മോനെ നല്ലത്. ഈ കുട്ടി എങ്ങനെ ഇട്ട് വലയ്ക്കേണ്ട കാര്യമില്ലല്ലോ. സുമിത്ര വെളിയിലേക്ക് ഇറങ്ങി. അയ്യോ വൈശാഖേട്ടാന്ന്. ലക്ഷ്മി വൈശാഖിനെ പിടിച്ചു വലിച്ചു മാറ്റി. എന്താ? അവൻ ഞെട്ടി വിറച്ചു പോയി. ദേ അവൾ ഭിത്തിയിലേക്ക് വിരൽ ചൂണ്ടി. വൈശാഖ് നോക്കിയപ്പോൾ ഭിത്തിയിലൊരു പാറ്റയിരിപ്പുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണോ നീ കിടന്ന് കാറിയത്? ബാക്കിയുള്ളതിൻ്റെ വയറ്റിൽ തീ ആളിപ്പോയി. വൈശാഖൻ ലക്ഷ്മിയോട് ദേഷ്യപ്പെട്ടു. എനിക്ക് ഈ ജീവിയെ മാത്രം ഭയങ്കര പേടിയാ, അവൾ ഭിത്തിയിലേക്ക് നോക്കി പറഞ്ഞു. വേഗം പോയി റെഡിയാവ്, നേരം പോകുന്നു. അവൻ പറഞ്ഞതും അവൾ തനിക്ക് ധരിക്കുവാനുള്ള ചുരിദാറുമായിട്ട് വാഷ്റൂമിലേക്ക് പോകാൻ തുടങ്ങി. വൈശാഖിനൊരു കുസൃതി തോന്നി.
അവനവളുടെ പിൻകഴുത്തിൽ ഒന്ന് തോണ്ടി. അയ്യോ ലക്ഷ്മി, ഇതേ നിന്റെ ദേഹത്ത് പാറ്റ. അമ്മയെന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ടവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പുണർന്നു. വൈശാഖൻ അത്രയും പ്രതീക്ഷയില്ല. അവൻ നോക്കിയപ്പോൾ കണ്ണുകൾ ഇറുക്കി അടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുകയാണവൾ. വൈശാഖേട്ട, അതിനൊന്ന് എടുത്തു കളയൂ പ്ലീസ്. ഉടനൊന്നും നീ പോകണ്ട പാറ്റക്കുട്ട, അവൻ മനസ്സിൽ ചിരിച്ചു. വൈശാഖാന്ന് വിളിച്ചുകൊണ്ട് വിജി മുറിയിലേക്ക് വന്നു. പെട്ടെന്ന് ഇരുവരും അകന്നു മാറി. ആ, ലക്ഷ്മി പോകാൻ റെഡിയായില്ലേ? നേരം വൈകൂട്ടോ. വിജി പറഞ്ഞതും ലക്ഷ്മി വേഗം ബാത്റൂമിലേക്ക് പോയി. നീ ഇന്ന് പോകണ്ട, 2 ദിവസം കൂടി കഴിയട്ടെ. ഓ ഇല്ലടാ, മറ്റന്നാൾ ഹോസ്പിറ്റലിൽ പോകണം. ഇപ്പോഴാണെങ്കിൽ ഗോപേട്ടനും ഉണ്ടല്ലോ. ഗോപനാണെങ്കിൽ തലേദിവസം വന്നിട്ട് പോയില്ലായിരുന്നു. എങ്കിൽ നീ അങ്ങനെ ചെയ്യ്. ഇടയ്ക്ക് ഞാനും ലക്ഷ്മിയും കൂടി അവളുടെ വീട്ടിൽ വരുമ്പോൾ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതൊക്കെ പിന്നത്തെ കാര്യമല്ലേടാ. ശരിയെന്നാൽ നീ വേഗം റെഡിയാവ്. വിജി മുറിക്ക് പുറത്തേക്ക് പോയി. ലക്ഷ്മിയാണെങ്കിൽ വേഷമൊക്കെ മാറ്റി ഇറങ്ങി വന്നു. അവൾക്ക് വൈശാഖിൻ്റെ മുഖത്ത് നോക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് അതവന് മനസ്സിലാവുകയും ചെയ്തു. ഒരു പാറ്റ വന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ നിനക്ക് അല്ലേ ലക്ഷ്മി? വൈശാഖൻ ചിരിച്ചു. അവളതിന് മറുപടി പറഞ്ഞില്ല. എന്തായാലും കൊള്ളാട്ടോ, അവൻ അവളുടെ കാതിൽ പതിയെ മന്ത്രിച്ചു. എന്ത് കൊള്ളാന്ന്? അവൾക്ക് ദേഷ്യം വന്നു. ഞാനൊന്നും പറഞ്ഞില്ലേ എൻ്റെ പൊന്നോ. വൈശാഖനാണ് ആദ്യം ഉറങ്ങിയത്. ലക്ഷ്മി ഉണ്ണിമോളും വീടേയും കൂടിയാണ് പോയത്. ബസ്സിൽ ശ്വാസം പോലും വിടാൻ മേലാത്ത സ്ഥിതിയായിരുന്നു. ലക്ഷ്മിക്ക് മതിയായി. അച്ഛൻ്റെ കൂടെ കാറിൽ എന്നും പോയിക്കൊണ്ടിരുന്ന താന്. അവൾക്കാണെങ്കിൽ ദേഷ്യവും കരച്ചിലും വന്നു. വൈശാഖേട്ടൻ്റെ കൂടെ പോയാൽ മതിയായിരുന്നു. പാവം തന്നെ നിർബന്ധിച്ചതാണ്. കോളേജിലെത്തിയപ്പോൾ കൂട്ടുകാരികളെല്ലാവരും വട്ടം കൂടിയിരുന്നു. വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുവാണവർ. ഈ വർഷം കൊണ്ട് പഠിപ്പ് മതിയാക്കൂടി നീ? മറീന ചോദിച്ചു. ഒന്ന് പോടിമിണ്ടാതെ, ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും, ഹൈ ഡിസ്റ്റിങ്ഷനും മേടിക്കും. നിന്റെ കെട്ടിയവനെന്നെ സമ്മതിക്കുമോ? എന്താടി നീ ഇങ്ങനെ ചോദിക്കുന്നേ? എൻ്റെ കെട്ടിയവനതിൽ യാതൊരു കുഴപ്പവുമില്ല. എൻ്റെ ചേച്ചിയെ കെട്ടിച്ചു വിട്ടപ്പോഴും ടോം ചേട്ടൻ ഇത് തന്നെയാണ് പറഞ്ഞത്. പരീക്ഷ എഴുതാൻ അവൾ വലിയ വയറും താങ്ങിപ്പിടിച്ചാണ് വന്നത്. മറീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോടി പെണ്ണേ, ടോം അല്ല വൈശാഖൻ. എന്തായാലും എൻ്റെ ഹസ്സാള് സുന്ദരനാണ് കേട്ടോ, എല്ലാവരും പറഞ്ഞു. താങ്ക്സ് ഡി. നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആക്കുവാണ് ലക്ഷ്മി. എടി, എനിക്ക് സത്യം പറഞ്ഞാലേ വൈശാഖേട്ടനെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലടി. ആൾക്ക് നല്ലൊരു ജോബില്ലാത്തതുകൊണ്ട് എനിക്ക് ആകെ വിഷമം. നിനക്കറിയാമോ, ഞങ്ങൾ ഇതുവരെയായിട്ടും മനസ്സ് തുറന്നൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുകയാണ് അവളുടെ സ്നേഹിതയായ പ്രിയ. എടി, നീ എന്തൊക്കെയാ പറയുന്നേ? ഒന്നും അറിയാതെയാണോ നീ വിവാഹത്തിന് സമ്മതിച്ചത്? പ്രിയ അവളോട് കയർത്തു. കാര്യമൊക്കെ ശരിയാടി. എൻ്റെ വീട്ടിലെ സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് മാറിയപ്പോൾ എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ഇതൊരു പൊട്ടിപ്പെണ്ണാ നീ. ആ ചേട്ടൻ പാവായതുകൊണ്ട്, അല്ലെങ്കിൽ കാണായിരുന്നു. ഇപ്പോൾ ആൾക്ക് കിട്ടിയ ജോബ് ചെറുതാണെന്നൊന്നും നീ വിചാരിക്കണ്ട. സ്വന്തമായിട്ടൊരു വരുമാനം പുള്ളി റെഡിയാക്കിയില്ലേ? പ്രിയ പറഞ്ഞു. ശരിയാടി, എനിക്കും ഇടയ്ക്കൊക്കെ തോന്നിയിരുന്നു ഏട്ടനെ ഞാൻ വിഷമിപ്പിക്കുകയാണെന്ന്. കുറ്റബോധത്താൽ ലക്ഷ്മിയുടെ മുഖം കുനിഞ്ഞു. എടി, അനൂപേട്ടൻ പറയുന്നത് കേൾക്കണം. ആ വൈശാഖേട്ടൻ എന്തൊരു പാവാണെന്നോ. അത്രയും നല്ല സ്വഭാവമുള്ളൊരു ചെറുപ്പക്കാരൻ ആ നാട്ടിലില്ലെന്ന്. ആദ്യമൊക്കെ ഞാനും ഓർത്തു നീ പറഞ്ഞപ്പോൾ ഒരു ജോലിയുമില്ലാത്ത പയ്യനെ നീ കല്യാണം കഴിക്കേണ്ടായിരുന്നുവെന്ന്. പക്ഷെ അനൂപേട്ടനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നെ പറയാൻ ഇനി ഒരു ചീത്തയും ബാക്കിയില്ല. ലക്ഷ്മിക്ക് വല്ലാത്ത വിഷമം തോന്നി. സാരമില്ലടി, നീ അതൊക്കെ വിട്ടുകളാ. ഇനി മുതൽ നല്ല കുട്ടിയായിട്ടിരുന്നോണം കേട്ടോ. ലക്ഷ്മിക്ക് മനസ്സിൽ ഭയങ്കര ആശ്വാസം തോന്നി. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പ്രിയ. അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴാണ് അവളുടെ ശ്വാസം നേരെ വീണത്. എങ്ങനെയെങ്കിലും വൈശാഖേട്ടനെ ഒന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു അവൾക്ക്. എത്രയൊക്കെ അകൽച്ച കാണിച്ചെങ്കിലും ആ മനുഷ്യൻ എപ്പോഴൊക്കെയോ തൻ്റെ ജീവൻ്റെ ജീവനായി മാറുകയായിരുന്നു. തന്നേക്കാൾ കൂടുതൽ അനുജത്തിമാരെ സ്നേഹിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ തനിക്കിത്തിരി കുശുമ്പ് തോന്നി. എന്നാലും വൈശാഖേട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും തനിക്ക് പറ്റില്ലെന്ന് ആദ്യമായി ഏട്ടൻ ജോലിക്ക് പോയ ദിവസം താൻ മനസ്സിലാക്കി. ഓരോ ദിവസം ചെല്ലുന്തോറും തനിക്ക് ഏട്ടനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണെന്ന് അവൾ ഓർത്തു. ഉച്ച കഴിഞ്ഞ് സെക്കൻഡ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ലക്ഷ്മിയെ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിച്ചത്. അശോകൻ ലക്ഷ്മിയെ കാത്തു വന്ന് നിൽപ്പുണ്ടായിരുന്നു. അയ്യോ അച്ഛൻ എന്താ വന്നത്?
അവൾ അശോകൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എല്ലാം പറയാം, മോള് വാ. അച്ഛൻ്റെ മുഖം എന്താ വല്ലാണ്ട്? ലക്ഷ്മിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഒന്നുമില്ല മോളെ, ദൈവാനുഗ്രഹത്തെ കുഴപ്പമൊന്നുമില്ല. ഈശ്വരൻ നമ്മെ കാത്തു. എന്താ അച്ഛാ, കാര്യം പറയൂ. ലക്ഷ്മി ഇപ്പം കരയുന്ന മട്ടിലായി. വിറയ്ക്കുന്ന കൈകളോടെ അശോകൻ വണ്ടി ഓടിക്കുകയാണ്. നീ ഒന്ന് സമാധാനപ്പെട്, അച്ഛൻ എല്ലാം പറയാം. എന്നെ വിഷമിപ്പിക്കാതെ ദൈവത്തെ ഓർത്തൊന്ന് പറ. ആർക്കെന്താ അച്ഛാ പറ്റിയത്? മോളെ, അത് നമ്മുടെ വൈശാഖിന് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഉച്ചയ്ക്ക് ബാങ്കിലേക്ക് പോയതാ. റോഡ് ക്രോസ് ചെയ്തപ്പോൾ പെട്ടെന്നൊരു കാറ് വന്ന് തട്ടി. കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. ലക്ഷ്മിക്ക് താൻ എന്താണ് കേട്ടതെന്ന് പോലും അറിയില്ല. തൻ്റെ വൈശാഖേട്ടന്. ഈശ്വര, എൻ്റെ ജീവൻ നീ എടുത്തു. എന്നാലും എൻ്റെ വൈശാഖേട്ടനൊന്നും വരുത്തരുത്. എൻ്റെ മഹാദേവ, നീ അറിയാതെ ഈ ലോകത്തൊന്നും നടക്കില്ല. എൻ്റെ വൈശാഖേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ലക്ഷ്മിയില്ല. എല്ലാ തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞ് തൻ്റെ വൈശാഖേട്ടൻ്റെ ആയി തീരണമെന്ന് ആഗ്രഹിച്ചതാണ്. മോളെ, ഇറങ്ങ്. അച്ഛൻ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് തങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയെന്ന്. വിറയ്ക്കുന്ന കാലടികളോടെ ലക്ഷ്മി നടന്നു. അവൾ എവിടെയെങ്കിലും വീണു പോകുമോ എന്നും ഭയന്നുകൊണ്ട് അശോകൻ മകളുടെ കയ്യിൽ പിടിച്ചിരുന്നു. ലക്ഷ്മിയെ കണ്ടതും ശ്യാമളയും ദീപയും അവളുടെ അടുത്തേക്ക് ഓടി വന്നു. സുമിത്രയും ശേഖരനും വിജിയും വീണയും എല്ലാവരും ഉണ്ട്. സുമിത്രയെ കണ്ടതും ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു. ഇല്ല മോളെ, നമ്മുടെ വൈശാഖനൊന്നും സംഭവിക്കില്ല. അവന് ഒരു കുഴപ്പവും വരില്ല. ശേഖരൻ അവളെ ആശ്വസിപ്പിച്ചു. നിമിഷങ്ങൾ എണ്ണി എണ്ണി ഇരിക്കുകയാണ്. ഒറ്റ പ്രാർത്ഥന മാത്രമുള്ള അവൾക്ക്, വൈശാഖേട്ടനൊരാപത്തും വരുത്തരുതെന്ന്. നിറമിഴികളോടെ ഇരിക്കുന്ന മകളെ കണ്ട് അശോകന് ചങ്ക് പൊട്ടി. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണമാണ്. തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇങ്ങനെ ഇട്ട് തട്ടാനും മാത്രം എന്ത് തെറ്റാണ് അവൾ ചെയ്തത്? വൈശാഖിൻ്റെ കൂടെയുള്ളതാരാ? ഇടയ്ക്കൊരു സിസ്റ്റർ വന്ന് ഉറക്കെ ചോദിച്ചു. എല്ലാവരും കൂടി അവിടേക്ക് ഓടി. ഡോക്ടർ വിളിക്കുന്നു. അവർ പറഞ്ഞതും ലക്ഷ്മി ശേഖരനും കൂടി അകത്തേക്ക് കയറി. ഇരിക്കിരിക്ക്, ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി ഇരുന്നു. തുടരും.